വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ രോഹിത് ശ്യാമയെ സമാധാനിപ്പിക്കാനും ഇങ്ങനെ വാശിയൊക്കെ അവസാനിപ്പിക്കാനും എന്നാണ് എല്ലാം പറയുന്നുണ്ട്. പക്ഷേ ശ്യാമ ഒരു തരത്തിലും അതങ്ങോട്ട് മനസ്സിലാക്കുന്നില്ല. അവസാനം രോഹിത് പറയുന്നുണ്ട്, പപ്പി രോഹിത്തിൻ്റെ ശാലിനിയുടെയും മകളാണ് എന്നറിഞ്ഞാൽ ആ നിമിഷം നീ പുറത്താണ് എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമ ഇങ്ങനെ അന്തിച്ച് രോഹിത്തിനെ തന്നെ നോക്കി നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ സത്യഭാമയാണെങ്കിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതും രാഘവൻ നായരോട് പറയുന്നതും ഇങ്ങനെ ശാലിനിക്ക് കൊണ്ട് കൊടുക്കാനാണ് എന്നുള്ളത്. അന്നേരം അത് പെട്ടെന്നൊക്കെ സത്യഭാമ ഉണ്ടാക്കിയിട്ട് അതൊക്കെ ഒരു ലഞ്ച് ബോക്സിലാക്കിയിട്ട് പിന്നെ സത്യഭാമയാണെങ്കിൽ കളക്ട്രേറ്റിലേക്ക് പോകുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതേസമയം അവിടെ കളക്ട്രേറ്റിലാണെങ്കിൽ ശാലിനിയെ റവന്യൂ സെക്രട്ടറി വീണ്ടും ഫോൺ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ ആ കാര്യം എന്തായി എന്നുള്ളത്, ആ പരുത്തിക്കുന്ന് കോളനിയിലെ ആ കേസിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. അന്നേരം ഞാൻ ആളെ വിട്ടിരുന്നു എന്നിങ്ങനെ ശാലിനി പറഞ്ഞ് ആ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് പരിഹാരമായില്ലല്ലോ. അന്നേരം സെക്രട്ടറി ശാലിനിക്ക് വീണ്ടും താക്കീത് നൽകുകയാണ്, എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതൊക്കെ ആയിട്ട്. ആ സമയത്താണ് സത്യഭാമ അവിടേക്ക് വരുന്നതെന്ന് തോന്നുന്നു. അതിന് ശേഷം കാണിക്കുന്ന സീനിൽ ഈ മാണിക്കോത്ത് ഗ്രൂപ്പിലെ ആ മഹേന്ദ്രൻ മുതലാളിയെ കാണിച്ചില്ലല്ലോ, ഇപ്പോഴും കാണിച്ചിട്ടില്ല. പക്ഷേ ആ ഒരു സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കാറിൽ ഇങ്ങനെ വന്നിറങ്ങുന്ന ആളിനെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഫേസ് കാണിക്കുന്നില്ല, കാല് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇങ്ങനെ സെക്യൂരിറ്റി ഡോറ് തുറന്നു കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരാൾ ഇറങ്ങി വരുന്ന ആ ഒരു സീനും കാണിക്കുന്നുണ്ട്. പിന്നീടാണ് വിഷ്ണു ആണെങ്കിൽ ശാരദാമ്മയുടെ അടുത്തേക്ക് പോകുന്നതും ആ ബോഡി അവിടെ നിന്ന് ആരോ മാറ്റിയിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് ബോഡി കിട്ടിയിട്ടില്ല, അതാരോ മാറ്റിയിട്ടുണ്ട്. പക്ഷേ എല്ലാ സത്യങ്ങളും അറിയാവുന്ന ആരോ ഒരാളാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഗോപാലകൃഷ്ണനായിരിക്കും അത് മാറ്റിയിട്ടുള്ളതെന്ന് അവിടെ ശാരദാമ്മയ്ക്കും വിഷ്ണുവിനും ഒക്കെ മനസ്സിലാവുമായിരിക്കും. വേറെ ആരും അതിലില്ലല്ലോ, വേലായുധൻ അറിഞ്ഞിട്ട് കൂടിയില്ല. അപ്പോൾ വിഷ്ണുവിന് മാത്രമേ പിന്നെ അറിയാമായിരുന്നുള്ളൂ. അപ്പോൾ ഗോപാലകൃഷ്ണൻ ചെയ്തത് തന്നെ ആയിരിക്കും അത്. അതിനുശേഷം കാണിക്കുന്നത് വിഷ്ണു ആണെങ്കിൽ ജീപ്പിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ ചെല്ലുമ്പോൾ ഇനി ആ പരുത്തിക്കുന്ന് കോളനിയിലേക്ക് ഇനി ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് വിഷ്ണു പോകുന്നതാണെന്ന് കാണിക്കുന്നില്ല. ഗുണ്ടകളെ പോലെ തോന്നിപ്പിക്കുന്ന ഒരാൾ വിഷ്ണുവിനെ കണ്ടിങ്ങനെ പുറകോട്ട് മാറുന്നതുമാണ്. വിഷ്ണു ഇങ്ങനെ മുണ്ടൊക്കെ മടക്കുത്തി അടുത്തേക്ക് ചെല്ലുന്ന ആ ഒരു സീനും കാണിക്കുന്നുണ്ട്. ഇനി ആ ശാലിനിയുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഇനി വിഷ്ണു പോകുന്നതാണോ അതോ ഇനി വേറെന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ളത് അവിടെ കാണിക്കുന്നില്ല. പിന്നീടാണ് ഈ ഒരു ശിവൻ എന്ന് പറയുന്ന ഒരാളിൻ്റെ എൻട്രി അതൊരു പ്രൊമോയിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എന്താണെന്നുള്ളത് ഫുൾ എപ്പിസോഡ് വന്നാലേ അറിയത്തുള്ളൂ. അതെന്താണെന്ന് നമുക്ക് എപ്പിസോഡ് വരുമ്പോഴത്തേക്കും നോക്കാം. എന്തായാലും ശാലിനി കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. പക്ഷേ വിഷ്ണു അതിനൊക്കെ ഒരു പരിഹാരം കാണുമായിരിക്കും. അതോടൊപ്പം വിഷ്ണുവിൻ്റെ പ്രശ്നവും പരിഹരിക്കപ്പെടുമായിരിക്കും. ഓക്കെ, താങ്ക് യു.